തൃച്ചംബരത്ത് മുറ്റത്ത് നിന്ന് ജയന്തി എന്തൊക്കെയോ ആലോചിക്കുകയാണ്. അന്നേരം വിലാസിനി വന്ന് വിളിക്കുകയാണ്, ജയന്തി ജയന്തി എന്ന്. പക്ഷേ അത് ജയന്തി കേൾക്കുന്നില്ല. പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കുകയാണ് ജയന്തി. ആന്റി എന്ന് വിളിക്കുമ്പോൾ വിലാസിനി ചോദിക്കുകയാണ്, നീ എന്താ മുറ്റത്തിറങ്ങി നിന്ന് സ്വപ്നം കാണുകയാണോ? സ്വപ്നമൊന്നും കാണുകയല്ല ആന്റി, പുരാണ കഥകൾ ആലോചിക്കുകയായിരുന്നു. പുരാണ കഥകൾ ആലോചിക്കുകയോ? അതെന്താ? പുരാണത്തിൽ ഭർത്താവിനെ പെണ്ണാലോചിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഏത് പുരാണ കഥ? രാമായണമോ മഹാഭാരതമോ? അന്നേരം ചിരിച്ചുകൊണ്ട് ജയന്തി പറയുകയാണ്, ഞാൻ വായിച്ചിട്ടുള്ള ബാലരമയും കളിക്കുടുക്കയിലും ഭർത്താവിനെ പെണ്ണാലോചിച്ച് നടക്കുന്ന ഒരു ഭാര്യയെക്കുറിച്ചുള്ള കഥകളും ഇല്ല. അയ്യോ, മായാവിയും കളിക്കുടുക്കയും ഒക്കെ ആണോടി പുരാണ കഥകൾ? ഒരൊറ്റ ചവിട്ട് വെച്ച് തന്നാലുണ്ടല്ലോ. അല്ല, ഞാൻ ഈ കല്യാണിയുടെ കാര്യം ആലോചിച്ചപ്പോൾ പുരാണത്തിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ പാളിപ്പോയതാണ്. അതിന് നീ ഇങ്ങനെ മഞ്ഞുകൊണ്ട് ആലോചിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ആലോചനകളല്ല, സംശയങ്ങളാണ്. എടി, ആ കല്യാണം നടന്നില്ലെങ്കിൽ അതിന് യോഗ്യതയുള്ള തൃച്ചംബരത്തിന്റെ മരുമകൾ അത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ശിവരാമേട്ടൻ മരിക്കുമെന്നാണ് ഇളയച്ചൻ സ്വാമികളുടെ പ്രവചനം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അഖിലേച്ചി ഈ കല്യാണം നടത്തും. പക്ഷേ നമുക്ക് നല്ലത് ഈ കല്യാണം നടക്കാതിരിക്കുന്നതാണ്. ശിവരാമേട്ടൻ മരിക്കുകയും ആ ദുഃഖത്തിൽ അഖില തലതല്ലി ചാവുകയും ചെയ്യും. പിന്നെ തൃച്ചംബരത്തിന്റെ അധികാരിയായി മാറുന്നത് ഈ ഞാനാണ്. ചിരിച്ചുകൊണ്ട് ജയന്തി പറയുകയാണ്, അങ്ങനെയെങ്ങാണ് സംഭവിച്ചാൽ ആ കിച്ചണിൽ ഞാൻ അങ്ങ് കുറേ ജോലിക്കാരെ നിയമിക്കും. വിലാസിനി പറയുകയാണ്, പക്ഷേ അപ്പോഴൊരു കുഴപ്പം. ഈ കല്യാണം നടന്നില്ലെങ്കിൽ കല്യാണിയുടെ കണ്ണീര് കാണാൻ പറ്റില്ല. ഓ, അങ്ങനൊരു പ്രശ്നമുണ്ടല്ലേ? എങ്ങനെയും എന്തായാലും ഈ കല്യാണ പദ്ധതി അലങ്കോലമാക്കണം. കല്യാണി ഒഴിഞ്ഞു പോവുകയും വേണം. അതിനുള്ള വഴിയാണ് ഞാൻ ആലോചിക്കുന്നത്. വിലാസിനി പറയുകയാണ്, അല്ല, മഹാശല്യമാണെങ്കിലും ആ ഓപ്പോളമ്മയെ ഒന്നുകൂടി വിളിച്ചാലോ? ആന്റി, ഒളപ്പണ്ണ വന്നാൽ എന്റെ ചെവിക്കുറ്റിക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. മാത്രമല്ല ആന്റി അവര് കുഞ്ഞുമോളെ കുഞ്ഞുമോളെ എന്ന് വിളിക്കുകയും ചെയ്യും. വല്ലയിടത്തും ഇരിക്കുന്ന മാരണത്തിനെ കാശ് കൊടുത്ത് വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യവും ഉണ്ടോ? മാരണമാണെങ്കിലും ഓപ്പോളമ്മ വന്നാൽ അഖിലയുമായി ഒരു കടിപിടി ഉണ്ടാകും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണ് വിലാസിനി. വിളിച്ചു നോക്കിയിട്ട് അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുകയാണ് വിലാസിനി. അന്നേരം ജയന്തി പറയുന്നു, അവരെ അങ്ങനെ പെട്ടെന്നൊന്നും വിളിച്ചാൽ കിട്ടില്ല ആന്റി. എനിക്കതല്ല സംശയം. കല്യാണി ആനന്ദേട്ടനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കുമോ? കഴിപ്പിച്ചാൽ തന്നെ അവള് ഇവിടം വിട്ടു പോകുമോ? കല്യാണം കഴിക്കുന്ന പെണ്ണ് കുഴപ്പക്കാരിയാണെങ്കിൽ ആന്റിയുടെ അവസ്ഥയൊക്കെ എന്താകും? അത് കേട്ട് ദേഷ്യത്തോടെ ജയന്തി നോക്കുകയാണ് വിലാസിനെ. ഇല്ല, നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാം ആലോചിക്കണമല്ലോ. ആന്റി ഒന്ന് ആലോചിച്ചു നോക്കിയേ. അതിനുശേഷം ജയന്തി പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുകയാണ് വിലാസിനി. പിന്നീട് കാണിക്കുന്നത് ശിവരാമകൃഷ്ണനെയാണ്. അങ്ങോട്ടത്തേക്ക് കല്യാണി എത്തുകയാണ്. ആ കല്യാണി, ഞാൻ നിന്നെ കാണണമെന്ന് കരുതി നിൽക്കുമായിരുന്നു, ഒരു നിമിഷം വരാമോ എന്ന് പറഞ്ഞ് ശിവരാമകൃഷ്ണൻ കല്യാണിയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, മോളെ, നിന്റെ ഉയർന്ന മനസ്സും നിറഞ്ഞ ഹൃദയവും തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് തൃച്ചംബരത്തുള്ള എല്ലാവരും. തൽസ്വഭാവം കൊണ്ട് ഒരു ദേവതയെ പോലെ വിളങ്ങുന്ന നീ തൃച്ചംബരത്തെ മൂത്ത മരുമകളായതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരച്ഛനാണ് ഞാൻ. പക്ഷേ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്നും കണ്ണീര് കുടിക്കേണ്ട അനുഭവങ്ങളാണ് നിനക്കുണ്ടായിട്ടുള്ളത്. അത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്ന ഒരു നിർഭാഗ്യവനായ അച്ഛനും കൂടിയാണ് ഞാൻ. എങ്കിലും ഇതെല്ലാം മാറും, നിനക്കൊരു നല്ല കാലം തേടി വരും എന്നെന്റെ അനുഭവങ്ങൾ എന്നോട് പറയുന്നു. ഒരു രാത്രിയും പുലരാതിരുന്നിട്ടില്ല. ഇത്രയൊക്കെ ഞാൻ ആമുഖമായി പറഞ്ഞത് മറ്റൊന്നിനും അല്ല. നീ ഒരിക്കലും അബദ്ധം കാണിക്കരുത്. ഒരാളോടുള്ള സ്നേഹം അവസാനിക്കുന്നിടത്ത് നിന്നും അയാളെ തന്നെ വീണ്ടും സ്നേഹിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, അയാളെ മറ്റൊരു സ്ഥാനത്ത് കാണാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു കുറ്റബോധവും വേണ്ട. കാരണം നിങ്ങളുടെ സ്നേഹം സത്യമുള്ളതായിരുന്നു. ഗുരുവചനമാണ്. ഇവിടെ പരസ്പരമുള്ള സ്നേഹം അറിഞ്ഞുകൊണ്ട് നിഷേധിക്കപ്പെടുകയാണ്. എന്റെയും ആനന്ദിന്റെയും മനപ്പൊരുത്തം മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, മനസ്സുകൊണ്ട് ആനന്ദിനെ മറക്കാൻ കല്യാണിക്ക് കഴിയുമോ? ഉത്തരമില്ലാതെ നിൽക്കുകയാണ് കല്യാണി. എന്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി നീ ചെയ്യാൻ പോകുന്നത് അത് ആത്മബലിയാണ്. അതിന് നീ തയ്യാറാകരുത് മോളെ. ഞാൻ എന്റെ ജീവിതം ജീവിച്ചു തീർക്കാൻ പോകുന്ന ഒരാളാണ്. ഇടവേളയും കഴിഞ്ഞ് പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് എന്റെ ജീവിത നാടകം. പക്ഷേ നീയും ആനന്ദം ജീവിതം ആരംഭിച്ചിട്ടേയുള്ളൂ. അത് മനോഹരമായി ജീവിച്ചവസാനിപ്പിക്കണം. നിങ്ങൾക്ക് നിറയെ സ്വപ്നങ്ങൾ ഉണ്ടാകും. അതൊക്കെ സാക്ഷാത്കരിക്കണം. നിനക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അനിയൻകുട്ടനെ പഠിപ്പിക്കണം. അതിനുശേഷം അവൻ കണ്ട സ്വപ്നങ്ങളിലേക്ക് അവനെ എത്തിക്കണം. അപ്പോൾ അവിവേകം കാണിച്ച് നീ ഒറ്റയ്ക്കായി പോയാൽ കര കാണാ കടലാണ് മോളെ ജീവിതം. നീ ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ ഒരു കരയിലും നിന്റെ തോണി ചെന്നടുക്കില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് നീ എനിക്ക് ഉറപ്പ് തരണം. നീ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് നീ പിന്മാറണം. എല്ലാം കേട്ട ശേഷം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കല്യാണി പറയുകയാണ്, ഇല്ല സാർ, ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്നും ഞാൻ പിന്മാറില്ല. എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണ് ശിവരാമകൃഷ്ണൻ. പറയേ, എന്തുകൊണ്ട്? സാറിന്റെ ജീവൻ എനിക്ക് എന്നെക്കാളും വലുതാണ്. ആ ജീവൻ തകർത്തു കളഞ്ഞാൽ എനിക്ക് മരിച്ചാലും പുണ്യം കിട്ടില്ല. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, നീ പരലോകത്ത് പുണ്യം തേടി പോകുമ്പോൾ ഇഹലോകത്ത് കിടന്ന് നരകിക്കുന്നത് എന്റെ പൊന്നുമകൻ ആനന്ദായിരിക്കും. അത് നീ മറക്കരുത്. വീണ്ടും ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ശരി, ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. വരാൻ പോകുന്ന കല്യാണത്തിന് മുൻപ് എന്റെ ഹൃദയസ്പന്ദനം നിലച്ചു പോയാൽ നീ നിന്റെ വാക്ക് മാറുമോ?
പറയൂ, ഈ കല്യാണത്തിന് മുൻപേ ഞാൻ മരിച്ചു പോയാൽ നീ നിന്റെ നിലപാട് മാറ്റുമോ എന്ന്. എന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ നീ ഇങ്ങനെ ഒരു കർമ്മത്തിന് മുതിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഉത്തരം കിട്ടണം. കല്യാണി പറയുകയാണ്, ദൈവനിശ്ചയം ആരാലും മാറ്റാൻ കഴിയില്ലല്ലോ. ഇത്രയും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് കല്യാണി. കല്യാണി എന്ന് ശിവരാമകൃഷ്ണൻ വിളിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുബ്രുവിന്റെ വീടാണ്. സുബ്രു മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഫാസി ചോദിക്കുകയാണ്, എന്ത് പറ്റി സുബ്രുവണ്ണ? ഈ കല്യാണി ചേച്ചിക്ക് എന്താ പറ്റിയത്? എനിക്കറിയില്ല ഫാസി, അവൾ മഹാത്യാഗിയായി മാറുകയാണല്ലോ. ഭാവിയിൽ ഭർത്താവിന്റെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭർത്താവിനെ തന്നെ ഉപേക്ഷിച്ചാണ് ആദർശവന്ത എന്ന് ലോകം പ്രകീർത്തിച്ചേക്കാം. മനുഷ്യരിൽ ഇങ്ങനെയും പമ്പരവിഡ്ഢികൾ ഉണ്ടോ? കല്യാണി ചേച്ചി ഇങ്ങനെയൊരു തീരുമാനമെടുത്താലും തൃച്ചംബരത്തുള്ള മറ്റുള്ളവർ അതിനെ എതിർക്കില്ലേ? അരവിന്ദും നന്ദനയും ശ്രീരാമനങ്ങളുമൊക്കെ അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ കല്യാണി ആ തീരുമാനവുമായി ഇറങ്ങി തിരിച്ചേക്കുമല്ലേ? ഇതായിരിക്കുമല്ലേ ആനന്ദേട്ടന്റെ അവസ്ഥ? അവൻ ഉരുകി ഉരുകി തീരുകയാണ്. പാവം, അവൻ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം അച്ഛന്റെ ജീവന് വേണ്ടിയാണ് ഭാര്യ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അവന് കല്യാണിയോട് വല്ലതും പറയാൻ പറ്റുമോ? എന്തായാലും അഖിലാന്റിയുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ എത്തുകയാണ്. തൃച്ചംബരത്ത് കുലമഹിമയുള്ള ഒരു മൂത്ത മരുമകൾ വരണം. ഇതൊക്കെ കണ്ടിട്ട് കാര്യങ്ങൾ അങ്ങനെ തന്നെ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം അവിടേക്ക് ഒരു ഓട്ടോയിൽ കല്യാണി എത്തുകയാണ്. ഫാസി ചോദിക്കുകയാണ്, എന്താ കല്യാണി ചേച്ചി വിശേഷങ്ങൾ? എന്തിനാണ് നമ്മൾ ഇവിടെ ഉണ്ടാകണമെന്ന് വിളിച്ചു പറഞ്ഞത്? എനിക്ക് സുബ്രുവേട്ടനോടും ഫാസിയോടും ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കല്യാണി ചേച്ചി പറഞ്ഞു എന്ന് ഫാസി പറയുകയാണ്. അത് തൃച്ചംബരത്തേക്ക് വരാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യതയുള്ള ഒരു പെണ്ണ് വേണം. വലിയ കുഞ്ഞിന്റെ ഭാര്യ ആവാനാണ്. അതിന് നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് സഹായിക്കണം. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് സുബ്രു പറയുകയാണ്, എനിക്ക് വേറെ പണിയുണ്ട്. സർക്കാർ ഓഫീസിലാണ് എനിക്ക് ജോലി. ഞാനും ഫാസിയും എന്താ ബ്രോക്കർമാരാണെന്ന് കരുതിയോ? പെണ്ണന്വേഷിച്ച് നടക്കാനെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് സുബ്രു. ബ്രോക്കർ പണിയെ അധിക്ഷേപിച്ചതല്ല, ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ അവരുടെ തൊഴിൽ എന്താണെന്ന് അന്വേഷിക്കണം. സുബ്രുവേട്ട അത് എന്ന് കല്യാണി പറയുമ്പോൾ കല്യാണിയെ തടയുകയാണ് സുബ്രു. വേണ്ട, ഒരിക്കൽ അവന്റെ ഒരു കല്യാണത്തിന് കൂട്ടുനിന്നാണ് ഞാൻ. അവൻ കണ്ടെത്തിയ പെണ്ണിനെ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കെട്ടിച്ചു കൊടുത്തതാണ്. അതിന്റെ ഒരു സാക്ഷി ഞാനായിരുന്നു. അന്നവൻ അവളുടെ കഴുത്തിൽ താലിയും കെട്ടി. പുകമറ സൃഷ്ടിച്ച് അതിന് അവസരം ഒരുക്കി കൊടുത്തത് ഞാനായിരുന്നു. കല്യാണി എന്നായിരുന്നു ആ പെണ്ണിന്റെ പേര്. അന്തസ്സും സംസ്കാരവുമുള്ള ദാസ് എന്ന ഡ്രൈവറുടെ മകളായിരുന്നു ആ പെണ്ണ്. എന്താ, അവളിപ്പോ അവന്റെ ഭാര്യയല്ലേ? അതോ ആ കല്യാണി ചത്തുപോയോ? പക്ഷെ സുബ്രുവണ്ണ അത് എന്ന് ഫാസി പറയുമ്പോൾ വീണ്ടും സുബ്രു പറയുകയാണ്, വിവാഹം എന്ന് പറയുന്നത് കമ്പോളത്തിൽ നിന്ന് മലക്കറിയും പച്ചക്കറിയും പലവ്യഞ്ജനം വാങ്ങുന്നത് പോലെ ഒരു നിസ്സാര കാര്യമല്ല. അത് മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയുള്ള ഒരു കണ്ടെത്തലാണ്. മരണം വരെ വിട്ടുവീഴ്ചയോടെയും സ്നേഹത്തോടെയും ജീവിച്ചു കൊള്ളാമെന്നുള്ള ഒരു വ്യവസ്ഥയാണ്. ഭാരതീയ ആചാരമനുസരിച്ച് ഒരു പുരുഷന് ഒരു പെണ്ണെന്നാണ് പ്രമാണം. അതാണ് ഇവിടുത്തെ സംസ്കാരം. ഇതിപ്പോ ഭർത്താവിനെ കെട്ടിക്കാൻ ഭാര്യ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. വിചിത്രമായ ആചാരം തന്നെ. ആ കുടുംബത്തിൽ എന്റെ ആത്മസുഹൃത്ത് ഒരു ജീവച്ഛവം പോലെ ഇരിപ്പുണ്ട്. അവനെ കാണാനുള്ള ത്രാണി എനിക്ക് പോലും ഇല്ല. അവനോട് എന്തിന് ക്രൂരത കാണിക്കുന്നു കല്യാണി? നിന്നെ സ്നേഹിച്ചു പോയതാണോ അവൻ ചെയ്ത തെറ്റ്? അവൻ ഒരു മനുഷ്യനാണ്. സഹനശക്തിക്കും ഒരു അതിരില്ലേ? സുബ്രുവേട്ട, നിങ്ങളെന്താ എല്ലാവരും എന്റെ മനസ്സ് കാണാത്തത്? മനസ്സിലാക്കിയെടുത്തോളം മതി. എന്തായാലും അവനെ കൊല്ലാതെ കൊല്ലുകയാണ് നീ കല്യാണി. ഓർമ്മിച്ചോ എന്ന് പറഞ്ഞ് ഫാസിയും കുട്ടി പോവുകയാണ് സുബ്രു. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരത്ത് റൂമിൽ ദേഷ്യപ്പെട്ട് നടക്കുന്ന അരവിന്ദിനെയാണ്. അങ്ങോട്ടേക്ക് നന്ദന എത്തുകയാണ്. അരവിന്ദ്, സമാധാനമായിട്ട് ഇരിക്കുക അരവിന്ദ്. ഇത് സമാധാനമാണെന്ന് ചോദിക്കുകയാണ് അരവിന്ദ്. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. എന്തു പരിഹാരം? ബ്രോയുടെ കാര്യം ആലോചിക്കുമ്പോൾ എന്റെ ഉള്ള നീറുകയാണ്. നന്ദന പറയുകയാണ്, കല്യാണി ഒരു വലിയ ത്യാഗത്തിനാണ് തയ്യാറാകുന്നത്. എന്തു ത്യാഗം? ഇതാണോ വലിയ ത്യാഗം? കെട്ടിയ പുരുഷനെ മറന്നുകൊണ്ട് അയാൾക്ക് വേണ്ടി മറ്റൊരു പെണ്ണിനെ ആലോചിച്ച് നടക്കുന്നത് എന്തു ത്യാഗമാണ്? അത് എന്ത് ത്യാഗമാണെങ്കിലും അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. നോക്കിക്കോ, എന്ത് വില കൊടുത്തും ആ നീക്കം ഞാൻ തടയും. കല്യാണി ഇവിടെ അങ്കിളിന്റെ ജീവനാണ് വില കൊടുക്കുന്നത്. അത് ആ വഴിക്ക് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെ ശരിയായിരിക്കാം. പക്ഷെ അതിനെ ഈ വഴിയല്ല തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ എത്രയോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇനിയിപ്പോ ഇതിവിടെ പറ്റിയില്ലെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിൽ കൊണ്ടുപോയിട്ടെങ്കിൽ ഞാൻ എന്റെ അച്ഛനെ ചികിത്സിക്കുമല്ലോ. ഉള്ള കാര്യം പറയാമല്ലോ, ഇതൊക്കെ അന്ധവിശ്വാസമാണ്. എനിക്കിതിലൊന്നും തീരെ വിശ്വാസം ഇല്ല. തൃച്ചംബരത്ത് അനന്തരാവകാശിയായിട്ട് പുതിയ മരുമകൾ വന്നില്ലെങ്കിൽ അച്ഛന്റെ ജീവൻ പൊലിഞ്ഞു പോകുമത്രേ. ഇവരൊന്നും ജീവിക്കുന്നത് ഈ നൂറ്റാണ്ടിലല്ലേ? മനുഷ്യനോട് ക്രൂരത കാണിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവം എവിടെയെങ്കിലും ഉണ്ടെന്ന് നീ കേട്ടിട്ടുണ്ടോ? തൃച്ചംബരത്തുള്ളവരെല്ലാം തികഞ്ഞ വിശ്വാസികളല്ലേ അരവിന്ദ്? പ്രത്യേകിച്ച് ആന്റിയും കല്യാണിയും. ശിച്ചുകൊണ്ട് അരവിന്ദ് പറയുകയാണ്, അത് ശരിയായ വിശ്വാസമല്ല, അന്ധവിശ്വാസം എന്ന് പറയും. തികഞ്ഞ അന്ധവിശ്വാസം. എനിക്കെന്റെ ബ്രോയുടെ കാര്യത്തിലാണ് വിഷമം. ബ്രോയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സഹിക്കാൻ കഴിയില്ലായിരുന്നു. എതിർത്തേനെ ഞാൻ. എന്ത് വില കൊടുത്തും ഞാൻ ഈ തീരുമാനം എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഏതായാലും അരവിന്ദ് ഇങ്ങനെ വിഷമിക്കാതെ. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടായല്ലേ പറ്റൂ. ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അച്ഛന്റെ ജീവന്റെ പേരിൽ കല്യാണി ബ്രോയെ എന്നേറ്റമായി ഉപേക്ഷിക്കും. എന്നിട്ട് സ്വന്തം ജീവനും ജീവിതവും സഫലീകരിക്കേണ്ട സ്വപ്നവും തകർത്ത് ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലിയും കിട്ടും. അതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പെണ്ണിനോടൊപ്പം ബ്രോ ഒരു ദുരന്ത ജീവിതം നയിക്കും. അങ്ങനെയൊന്നും വരില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം അരവിന്ദ്.
വെറുതെ വിശ്വസിച്ചിട്ട് എന്ത് കാര്യമാണ് നന്ദന? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്കരവിന്ദ്. മനസ്സിൽ നിന്ന് ഇത്തരം ചിന്തകളൊക്കെ മാറ്റിവെക്ക്. ഇങ്ങനെയൊന്നും നടക്കില്ല, നടക്കാൻ പാടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കല്യാണി ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം. ടെൻഷൻ ആവാതിരിക്കുക, നിന്റെ ടെൻഷൻ കാണാൻ എനിക്ക് വയ്യ. സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറയുകയാണ് നന്ദന. അരവിന്ദ് പറയുകയാണ്, എനിക്ക് നിന്നോട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. മൂത്ത മരുമകളുടെ സ്ഥാനത്ത് ഇളയ മരുമകളായ നിനക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ കണ്ടെത്തി എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നീ തയ്യാറാകുമായിരുന്നു? ആ ചോദ്യം കേട്ട് ആകെ പകച്ചു നിൽക്കുകയാണ് നന്ദന. പിന്നീട് കാണിക്കുന്നത് കല്യാണിയുടെ അടുത്തേക്ക് വിലാസിനി വരികയാണ്. കയ്യിലിരുന്ന ലാപ്ടോപ്പ് ടീപ്പോയിൽ വെച്ചിട്ട് വിലാസിനി പറയുകയാണ്, ഞാനും നീയും ചെയ്യുന്നത് പരോപകാരം. അത് ഇവിടെ ഉള്ളവരാരും ആ അർത്ഥത്തിൽ മനസ്സിലാക്കുകയുമില്ല. ശിവരാമേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ ചെയ്യുന്നതേ ഈ ലോകത്ത് ഒരു പെണ്ണും ചെയ്യാൻ തയ്യാറാകാത്ത ഒരു ത്യാഗമാണ്. ശിവരാമേട്ടൻ ജീവിച്ചിരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുള്ളതുകൊണ്ട് നിന്റെ ഈ ധർമ്മസങ്കടം കണ്ട് മനസ്സലിഞ്ഞും ഞാൻ ചെയ്യുന്ന ഒരു ഉപകാരം. ഇതൊക്കെ മറ്റുള്ളവരുടെ നോട്ടത്തിൽ അവര് തെറ്റായിട്ടേ കാണത്തുള്ളൂ. എന്നാലും സാരമില്ല, എനിക്കിപ്പോ നിന്നെ സഹായിച്ചല്ലേ പറ്റൂ. മാഡം പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കല്യാണി പറയുകയാണ്. ലാപ്ടോപ്പ് ഓപ്പൺ ആക്കിയിട്ട് വിലാസിനി പറയുകയാണ്, ആനന്ദിന് ഒരു വധുവിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കാം. അതിനാണ് ഈ ലാപ്ടോപ്പുമായി ഞാൻ വന്നത്. ലാപ്ടോപ്പ് കൊണ്ട് എന്ത് ചെയ്യാനാ മാഡം? കല്യാണി, നീ ഒറ്റയ്ക്ക് കല്യാണാലോചനകൾ നടത്തിയാലൊന്നും തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന് പെണ്ണ് കിട്ടില്ല. തന്നെയുമല്ല, ഇങ്ങനെയൊന്നുമല്ല ഇപ്പോഴത്തെ കല്യാണാലോചനകൾ. കൂടുതലും മാട്രിമോണിയിലൂടെയാണ് നടക്കുന്നത്. കല്യാണാലോചനകൾ നടത്തുന്നത് തൃച്ചംബരം പോലുള്ള വലിയ തറവാടുകളിൽ നിന്നാണ്. അവരോടൊക്കെ നീ സംസാരിച്ചാൽ എങ്ങനെയാ ശരിയാവുന്നേ? തറവാട്ടുകാരാണ് തറവാട്ടുകാരോട് സംസാരിക്കേണ്ടത്. ഞാനൊരു തറവാട്ടുകാരിയായതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. ഞാൻ നിന്നെ സഹായിക്കാം, എന്താന്ന് ചോദിക്കുകയാണ് വിലാസിനി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.